ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 21-ാം വാക്യം. ഈശോ പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ഭക്ഷണമൊരുക്കി കാത്തിരിക്കുന്ന ഈശോയെ നമ്മൾ കാണുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും എൻ്റെ ഈശോ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയും നല്ല ഭക്ഷണമൊരുക്കി ശാന്തമായിട്ട് ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് ഈ ഒരു വിളി കേൾക്കാനായിട്ട് പറ്റുന്നില്ല. ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാതലൊരുക്കി അവരെ ക്ഷണിക്കുന്ന ഈശോ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലുമൊക്കെ ഞാൻ ഒറ്റപ്പെട്ടു പോകുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുക. മോനെ മോളെ, നീ ദേ എൻ്റെ അടുക്കിലേക്ക് വാ, നിനക്കു വേണ്ടി നല്ല ഭക്ഷണമൊരുക്കി ഞാൻ കാത്തിരിക്കുക. ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവം. സ്നേഹമുള്ളവരെ, പലപ്പോഴും ഈ ഒരു തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോവുക. ദൈവം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും എൻ്റെ ദൈവം കാത്തിരിക്കുക. പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും വീണ് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ, ദൈവത്തെ തള്ളിപ്പറഞ്ഞ് കടന്നുപോയ സാഹചര്യങ്ങളിലും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കാത്തിരിക്കുക. നമ്മുടെ തിരിച്ചുവരവിന് വേണ്ടി അവൻ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. സ്നേഹമുള്ളവരെ, പലപ്പോഴും ഈ കാത്തിരിപ്പ് നമുക്ക് മനസ്സിലാകുന്നില്ല. ദൈവം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കാതെ പാപത്തിൻ്റെ പടുകുഴിയിൽ നിരാശപ്പെട്ട് ഏകാന്തതയിൽ ജീവിതം അവസാനിപ്പിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള പല വസ്തുക്കളിൽ സന്തോഷം കണ്ടെത്തും, അല്ലെങ്കിൽ പല വ്യക്തികളിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നോക്കും. അവിടെയൊക്കെ നമ്മൾ വീണു പോകും. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് എൻ്റെ ഈശോ പറയുന്നത്, മോനെ, നീ എൻ്റെ സന്നിധിയിലേക്ക് വാ. നിനക്ക് വേണ്ടത് കൃത്യമായിട്ട് എനിക്കറിയാം. ക്ഷീണിച്ച് വന്നിരുന്ന ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് അവൻ ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ വേദനയുടെ ക്ഷീണത്തിനിടയിൽ എനിക്ക് വേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരുക്കി വെച്ചിരിക്കുകയാണ് എൻ്റെ ദൈവം. പക്ഷേ അവൻ്റെ വിളി കേട്ട് അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നാൽ മാത്രമേ എനിക്ക് ആ വിരുന്ന് ആസ്വദിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആ സമാധാനം, ആ സന്തോഷം ജീവിതത്തിൽ വീണ്ടെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ പലപ്പോഴും നമ്മൾ അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നില്ല. വീണ്ടും നിരാശയിൽ തന്നെ വേദനിച്ച് കരഞ്ഞ് നീറിക്കഴിയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. സ്നേഹമുള്ളവർ, ഇതിൽ നിന്ന് ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതില്ലേ? നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത്രയേറെ സ്നേഹിച്ചുകൊണ്ട് കരുതുന്ന ഒരു ദൈവം എനിക്കുള്ളപ്പോൾ ഞാൻ എന്തിനാണ് ഇന്നും നിരാശയിൽ വേദനിച്ച് കഴിയുന്നത്? മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് ആശ്വാസം നേടാനായിട്ട് നെട്ടോട്ടം ഓടുന്നത് എന്തിനാ? നീ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നാൽ പോലെ അവൻ നിന്നെ കാത്തു പരിപാലിക്കത്തില്ലേ? സ്നേഹമുള്ളവരെ, ഈ ഒരു പ്രതീക്ഷ നമുക്ക് വീണ്ടെടുക്കാം. ഈശോ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടത് മനസ്സിലാക്കി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ഈശോ. പ്രതികൂല സാഹചര്യങ്ങളിൽ ഇനി തളർന്നു പോകാതെ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. അവനിൽ ആശ്രയം വയ്ക്കുവാനായിട്ട്, അവൻ്റെ വിരുന്ന് സന്തോഷത്തോടെ ആസ്വദിക്കുവാനായിട്ട്, അങ്ങനെ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.